നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് സുപരിചിതരാണ് നടൻ കൃഷ്ണകുമാറും കുടുംബവും. കുടുംബത്തിലെ എല്ലാവരും യൂട്യൂബ് ചാനലുകളുമായും സജീവമാണ്. പല പ്രേക്ഷകരും ഇപ്പോൾ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ ഓരോരുത്തരെയും കാണുന്നത്. ഇതിൽ സോഷ്യൽ ലോകത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ ആളാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണ. കഴിഞ്ഞ ദിവസമാണ് യൂട്യൂബർ സിന്ധു കൃഷ്ണയുടെ പിതാവ് എസ് രംഗനാഥൻ മരിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെക്കാലമായി ഇദ്ദേഹത്തെ അലട്ടുന്നുണ്ടായിരുന്നു. നിരവധി പേരാണ് സിന്ധു കൃഷ്ണയ്ക്കും കുടുംബത്തിനും ആശ്വാസവാക്കുകൾ അയച്ചത്. അവസാന നാളുകളിൽ സിന്ധു അച്ഛന് എല്ലാവിധ പരിചരണങ്ങളും നൽകി ഒപ്പമുണ്ടായിരുന്നു. അപ്പൂപ്പന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ വിഷമം പങ്കുവെച്ച് കൊച്ചുമക്കളെല്ലാം എത്തിയിരുന്നു. ഇപ്പോഴിതാ വളരെയധികം ഇമോഷണലായി അപ്പൂപ്പന്റെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയാണ് അഹാന കൃഷ്ണ. അപ്പൂപ്പനെ കുറിച്ചുള്ള ചെറുപ്പം മുതലുള്ള ഓർമ്മകളും ഒരാൾ നഷ്ടപ്പെടുമ്പോഴുള്ള വേദനകളും ഹൃദയത്തിൽ തൊട്ടുകൊണ്ടാണ് അഹാന സംസാരിക്കുന്നത്. പലതവണ വീഴുകയും ആരോഗ്യസ്ഥിതി മോശമായിട്ടുണ്ട് എങ്കിലും വീണ്ടും ആരോഗ്യത്തോടെ അപ്പൂപ്പൻ തിരിച്ചു വന്നിട്ടുണ്ട്. അവസാനമായി കുഴഞ്ഞു വീണു എന്നറിഞ്ഞപ്പോഴും അങ്ങനെ വീണതാണ്, തിരിച്ചുവരും എന്ന പ്രതീക്ഷയായിരുന്നുവെന്ന് അഹാന പറയുന്നു. ഒരാൾ മരിച്ചുപോയി, പക്ഷേ അവരെക്കുറിച്ച് ഓർത്തിരിക്കാൻ ലോകത്ത് ആൾക്കാരുള്ളിടത്തോളം അവരുടെ ആത്മാവ് ഇവിടെ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരോടൊപ്പമുള്ള നല്ല നിമിഷങ്ങൾ മനസ്സിൽ എന്നും ഉണ്ടാകും. ലിയാൻ അപ്പൂപ്പനെ കണ്ടിട്ടുണ്ട്, അവൻ ഓർത്തിരിക്കും. ഫോട്ടോയൊക്കെ കണ്ട് അവന് ചെറിയ ഓർമ്മ കാണും. ഓമിക്ക് ഓർമ്മയേ ഉണ്ടാകില്ല. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ അവൻ ഓർക്കാൻ അവരൊന്നിച്ചുള്ള ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരും. ഇനി വരുന്ന മക്കൾക്ക് അപ്പൂപ്പനെ ഓർത്തിരിക്കാനും എനിക്ക് ഓർക്കാനും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൂപ്പന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും. ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിരുന്നില്ല. 2024 ഞങ്ങൾ സിംഗപ്പൂര് പോയിരുന്നു. അന്നേ കുറച്ച് വെയിക്കായിരുന്നു. ഇനി അപ്പൂപ്പനെയും കൊണ്ടൊരു ഇന്റർനാഷണൽ ട്രിപ്പ് നടക്കില്ല എന്ന് അന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. അപ്പൂപ്പനെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇടയ്ക്കൊക്കെ ക്ഷീണം വരുന്നുണ്ടായിരുന്നു. ഓസിയുടെ കല്യാണം വരെ ഒരുവിധം ആരോഗ്യം ഉണ്ടായിരുന്നു. അന്ന് നന്നായി ഡാൻസ് ഒക്കെ കളിച്ചതാണ്. എല്ലാ സ്റ്റെപ്പും ഓർത്ത് വെച്ചിരുന്നു. പണ്ടേ ഡയബറ്റിക് ആണ് അപ്പൂപ്പൻ. ഗുളികകളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ക്ഷീണം ഒക്കെ ഉണ്ടായിരുന്നു. ഇടയിലൊരു സ്ട്രോക്ക് വന്നിരുന്നു. ആദ്യം അത് മനസ്സിലായിരുന്നില്ല. കാറിൽ നിന്നും തന്നെ ഇറങ്ങിയാണ് ആശുപത്രിയിലേക്ക് പോയത്. 2024 അത്. ഇനി സ്ട്രോക്ക് വരാതെ നോക്കണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. അതിൽ നിന്നൊക്കെ മാറി എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെയും ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴാണ് അടുത്ത സ്ട്രോക്ക് വന്നത് അറിഞ്ഞത്. ഇനിയും വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. സർജറി ചെയ്താൽ മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതിലൊക്കെ പക്ക ആയിരുന്നു. 3-4 മാസം കൂടുമ്പോൾ ആരോഗ്യം കുറച്ച് താഴേക്ക് വരുന്നത് പോലെയായിരുന്നു. ചെരുപ്പിടാനൊക്കെ പ്രയാസമായിരുന്നു. ഇരുന്നാൽ എഴുന്നേൽപ്പിക്കണമായിരുന്നു. പിന്നെ അപ്പൂപ്പൻ തന്നെ നടന്നോളും. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൂപ്പൻ പറയില്ലായിരുന്നു മുൻപ്. അടുത്തിടെ അമ്മയെ വിളിച്ച് ചെറിയ ബുദ്ധിമുട്ടുകൾ വരെ പറയാറുണ്ടായിരുന്നു. മരിക്കാൻ പേടിയായിരുന്നു. 5-6 വർഷം ഇങ്ങനെ അങ്ങ് പോവുമെന്നായിരുന്നു ഞങ്ങൾ കരുതിയത്. പുള്ളിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന ടെൻഷൻ മനസ്സിലുണ്ടായിരുന്നു. അനങ്ങുന്നില്ലെന്ന് പറഞ്ഞ് ഇടയ്ക്കൊക്കെ കോള് വരുമായിരുന്നു. പെട്ടെന്ന് തന്നെ ആള് റെഡിയാവും. ഷുഗർ എന്തോ താഴ്ന്നതാണ്, ഇത്തവണയും വീണു എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പെട്ടെന്ന് ശരിയായി വരുമെന്നായിരുന്നു അമ്മയും ഞാനും കരുതിയത്. മരിക്കുന്ന ദിവസം സാധാരണ പോലെയായിരുന്നു. രാവിലെ ദോശയും ചട്നിയും ഒക്കെ കഴിച്ചതാണ്. കപ്പ പുഴുങ്ങുന്നുണ്ടായിരുന്നു, അതും കഴിച്ചിരുന്നു. ഉച്ചയ്ക്ക് സിനിമയൊക്കെ കണ്ടതാണ്. വൈകുന്നേരം ചിപ്സും ചായയും കഴിച്ചതാണ്. ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു. ഹോം നേഴ്സിനൊപ്പമായിരുന്നു പോയത്. ഞാൻ പോവുകയാണ് എന്ന് 3 വട്ടം അപ്പൂപ്പൻ അമ്മൂമ്മയോട് പറഞ്ഞിരുന്നു. ഇതെന്താണെന്ന് അമ്മൂമ്മയ്ക്ക് മനസ്സിലായില്ല. തല കറങ്ങുന്നു, ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ബെഡിൽ കിടത്തി. ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെയും എനിക്ക് വയ്യ എന്ന് പറഞ്ഞിരുന്നു. അതായിരുന്നു അവസാന നിമിഷം. ആശുപത്രിയിലേക്ക് കാറിൽ പോകുമ്പോഴാണ് എന്നെ വിളിച്ച് അപ്പൂപ്പൻ പോയെന്ന് പറയുന്നത്. എനിക്ക് അന്നും ഇന്നും വിശ്വസിക്കാനായിട്ടില്ല. ഞങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അപ്പൂപ്പൻ അങ്ങ് പോയി. ഞങ്ങളെല്ലാവരും ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ പോകുന്നതാണ്. പക്ഷേ ഈ സമയത്ത് എല്ലാവരും നാട്ടിലുണ്ടായിരുന്നു. തൻവി ഒഴികെ എല്ലാവരും എത്തി. യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലായിരുന്നു അപ്പൂപ്പന്. ചായയൊക്കെ കുടിച്ച് കളിച്ച് ചിരിച്ചു പോയതാണ്. കാർഡിയാക് അറ്റാക്കായിരുന്നു. അവസാനമായി അപ്പൂപ്പനെ നോക്കിയത് നല്ലൊരു ഹോം നേഴ്സായിരുന്നു. 22 വയസ്സുള്ളൊരു പയ്യനായിരുന്നു. സ്വന്തം അപ്പൂപ്പനായി അവൻ ഏറ്റെടുക്കുകയായിരുന്നു. ഫ്രണ്ട്സിനെ പോലെയായിരുന്നു അവരെന്നുമാണ് ആഹാന കുറിച്ചത്. അച്ഛൻ രംഗനാഥനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ച് സിന്ധു കൃഷ്ണയും രംഗത്തെത്തിയിരുന്നു. മരിക്കുന്നതിന് 2 ദിവസം മുൻപ് അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നുവെന്നും ഈ വേർപാട് അപ്രതീക്ഷിതമാണെന്നും സിന്ധു പറഞ്ഞിരുന്നു. ഞായറാഴ്ച വൈകുന്നേരം അപ്ലോഡ് ചെയ്യാൻ കുറെ ഫൂട്ടേജസ് എടുത്തു വെച്ചിരുന്നു. ഒരാഴ്ചത്തെ എൻ്റെ വ്ലോഗ് ഫൂട്ടേജസ് ആയിരുന്നു. അതിൽ
ശനിയാഴ്ച എടുത്ത ഫുട്ടേജിൽ ഡാഡിക്ക് സുഖമില്ലാതെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും തിരിച്ചു വരുന്നതുമായ ചെറിയ ഫുട്ടേജും ഉൾപ്പെട്ടിരുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ജീവിതം. പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ കീഴ്മേൽ മറിയുക. ശനിയാഴ്ച ആശുപത്രിയിൽ പോയപ്പോൾ ECG എല്ലാം ചെയ്ത് ഒരു കുഴപ്പവുമില്ലാന്ന് പറഞ്ഞതാണ്. അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് മോഹൻലാലിന്റെയും ശ്രീനിവാസിന്റെയും ഏതോ സിനിമയിൽ നിന്നുള്ള കോമഡി ആസ്വദിക്കുന്ന വീഡിയോ ഡാഡിയുടെ ഹോം നേഴ്സ് ആദി എനിക്ക് അയച്ചു തന്നിരുന്നു. ആദി വളരെ നല്ലൊരു സ്വീറ്റ് ബോയ് ആണ്. എപ്പോഴും ഡാഡിയുടെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അയച്ചു തരുമായിരുന്നു. അന്ന് ആ ദിവസം വൈകുന്നേരം താജിൽ പോയ ദിവസമാണ് ഡാഡിക്ക് വയ്യ, ബാത്റൂമിൽ പുഴഞ്ഞു വീണെന്ന് പറഞ്ഞു വിളിക്കുന്നത്. ആംബുലൻസ് വിളിക്കുമ്പോഴേക്കും ഡാഡി കുഴപ്പമില്ലാതെ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഒരിക്കലും ഇതുപോലൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു. ഡാഡിക്ക് കുറച്ച് ക്ഷീണമുണ്ടായിരുന്നുവെങ്കിലും ഓക്കെ ആയിരുന്നു. സ്ട്രോക്ക് വന്നതിന്റെ സർജറി കഴിഞ്ഞതിന്റെയും ക്ഷീണമുണ്ടായിരുന്നു എന്ന് മാത്രം. ഇരിക്കാനും നടക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ധാരാളം മരുന്ന് കഴിക്കുന്നതിന്റെ പ്രശ്നങ്ങളും. പക്ഷേ അപ്രതീക്ഷിതമായി ഡാഡി വിട വാങ്ങി. എൻ്റെ സ്ഥിരമുള്ള ഹോം വീഡിയോയിൽ ഡാഡിയുടെ കുറച്ച് വിഷ്വലുകൾ ചേർക്കാൻ നോക്കുമായിരുന്നു. ഇനി അങ്ങോട്ട് ഡാഡിയുടെ പുതിയ ക്ലിപ്പിങ്ങുകളൊന്നും കാണില്ല. ഇതുവരെ ചേർക്കാത്ത പഴയ വീഡിയോസ് മൊബൈലിൽ ഉണ്ടോ എന്ന് നോക്കണം. ഡാഡി വേദനിച്ചൊന്നും കാണില്ല. സമാധാനപൂർണമായ അന്ത്യമാകും. ഈ ആശുപത്രിയിലേക്ക് പോകുമ്പോഴേക്കും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എപ്പോഴത്തെയും പോലെ തിരിച്ചു കോമഡിയൊക്കെ പറഞ്ഞ് വീട്ടിൽ വരും എന്നൊക്കെ ചിന്തിച്ചു. ഇത്രയും അടുപ്പമുള്ള ഒരാൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വിട പറയുന്നത്. അതിൽ നിന്നും ഇപ്പോഴും മുക്തയായിട്ടില്ല എന്നാണ് സിന്ധു കൃഷ്ണ പറഞ്ഞത്. കുടുംബത്തിന്റെ എല്ലാ ആഘോഷവേളയിലും സിന്ധുവിന്റെ മാതാപിതാക്കളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വർഷങ്ങളോളം മസ്കറ്റിൽ സ്വന്തമായി പാക്കിംഗ് ആൻഡ് ഫോർവേഡിംഗ് ബിസിനസ് നടത്തിയിരുന്ന രംഗനാഥൻ മക്കൾ വിവാഹിതരായി സെറ്റിലായ ശേഷമാണ് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ സ്ഥിരതാമസമാക്കിയത്. വളരെ സജീവമായിരുന്ന പിതാവ് വാർദ്ധക്യ സഹജമായ അവശതകളിലേക്ക് മാറിയതിനെക്കുറിച്ച് സിന്ധു കൃഷ്ണ തന്റെ വ്ലോഗുകളിലൂടെ അറിയിച്ചിരുന്നു. സ്ട്രോക്കിനെ തുടർന്ന് ബാലൻസ് നഷ്ടപ്പെട്ടതും ശസ്ത്രക്രിയയ്ക്ക് വിധേയനായതും പിതാവിനെ തളർത്തിയിരുന്നു. ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് പോലും അച്ഛനൊപ്പം ആശുപത്രിയിലായിരുന്നുവെന്ന് സിന്ധു വ്യക്തമാക്കിയിരുന്നു. 2 പെൺമക്കളായിരുന്ന രംഗനാഥന് തന്റെ മൂത്ത മകനെ പോലെയായിരുന്നു കൃഷ്ണകുമാർ. സിന്ധുവും കൃഷ്ണകുമാറുമാണ് അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത്. എല്ലാ കുടുംബ ആഘോഷങ്ങളിലും മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ സിന്ധു പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കൊച്ചുമക്കൾക്കെല്ലാം വലിയ വഴികാട്ടിയായിരുന്ന ഒരു കാരണവരുടെ വേർപാടിലാണ് കുടുംബം ഇപ്പോൾ. അതേസമയം അപ്പൂപ്പന്റെ വിയോഗത്തിൽ കൊച്ചുമകൾ ഹൻസിക കൃഷ്ണയും കുറിപ്പ് പങ്കുവച്ചിരുന്നു. അപ്പൂപ്പൻ പോയെന്നത് തനിക്കിപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല എന്നാണ് ഹൻസിക പറയുന്നത്. കുട്ടിക്കാലം മുതലുള്ള അപ്പൂപ്പനും ഒത്തുള്ള ചിത്രങ്ങളും വീഡിയോകളും ഹൻസിക പങ്കുവച്ചിട്ടുണ്ട്. ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മുത്തച്ഛ, നിങ്ങൾ ഞങ്ങളെ വിട്ടുപോയിട്ട് 6 ദിവസമായി. എനിക്കിപ്പോഴും അത് ഉൾക്കൊള്ളാനായിട്ടില്ല. ഓരോ നിമിഷവും നിങ്ങളുടെ സാന്നിധ്യവും അനുഭവപ്പെടുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോഴും നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. സ്വർഗത്തിൽ നിന്നും നിങ്ങൾ ഞങ്ങളെ കാണുന്നുണ്ടെന്ന് അറിയാം. ഏറ്റവും സ്വീറ്റായ മനസ്സിനുടമയായിരുന്നു നിങ്ങൾ. നിങ്ങളുടെ തമാശകളൊക്കെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി വളർന്ന ശേഷം നിങ്ങൾക്കായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ 2 പേരെയുമാണ് കാണാൻ ഒരുപോലെയുള്ളത്. ആ ചിന്ത എന്നെ ഒരേ സമയം തകർക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളുടേതായ കുറച്ച് നിമിഷങ്ങൾ കൂടി ഉണ്ടായിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ 20 വർഷം നിങ്ങൾക്കൊപ്പം ജീവിക്കാനായതിൽ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾ TV കാണുന്നത് എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന് എനിക്കറിയാം. നിങ്ങളുടെ നിഷ്കളങ്കവും പരിശുദ്ധവുമായ ചിരി ഞാൻ ഓർക്കുന്നു. നിങ്ങൾ നല്ലൊരു മനുഷ്യനും മകനും സഹോദരനും ഭർത്താവും അച്ഛനും മുത്തച്ഛനും ആയിരുന്നു. നല്ലൊരു ഗ്രാൻഡ് പാരന്റ് എങ്ങനെ ആയിരിക്കണമെന്ന് അപ്പൂപ്പൻ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എവിടെയോ അതെന്നെ ഒരു നാൾ അദ്ദേഹത്തെ പോലെ ഒരാളാകണം എന്നും തോന്നിപ്പിച്ചിട്ടുണ്ട്. ഐ മിസ് യു സോ മച്ച് മുത്തച്ഛ. എന്റെ സുന്ദരൻ അപ്പൂപ്പൻ എന്നാണ് ഹൻസിക പറഞ്ഞത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.